സാർ, ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കോൺഗ്രസ് ആകെ തകർന്നടിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് കാണുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ ചിരിക്കണമെങ്കിൽ ഡൽഹിയിൽ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു, ഒപ്പം രാജ്യത്തൊട്ടാണ്ട് കോൺഗ്രസ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ്സിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെ ആശ്രയിച്ച് വിജയം നേടുന്ന പല പാർട്ടികളുമുണ്ട്. ആ പാർട്ടികളുടെ വിജയം കൊണ്ട് കോൺഗ്രസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്ന പോലെ ഒരു ഫീലിംഗ് കുറേ കോൺഗ്രസ്സുകാർക്കും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് UP, ബീഹാർ കൂടി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ സീറ്റ്സ് ഉണ്ടായിരുന്ന കാലത്ത് ആ സീറ്റുകൾ മൊത്തം നേടിയിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനത്തെ ഒരു പ്രതാപകാലം അവർക്കുണ്ടായിരുന്നു. പിന്നെ ഡൽഹിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 1998 തൊട്ട് 2013 വരെ ഹാട്രിക് വിക്ടറീസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ പരാജയങ്ങളുടെ ഒരു ഹാട്രിക്കാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പക്ഷേ എന്നാലും രാഹുൽ ഗാന്ധിക്ക് സങ്കടമില്ലാത്ത പോലെ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെജ്രിവാൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ BJPയുടെ എതിരാളിയായിട്ട് കെജ്രിവാൾ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഒരു പ്രസക്തി ഇല്ലാത്ത കണ്ടീഷനാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനാണ് രാഹുൽ ഗാന്ധിക്കും ഈ കോൺഗ്രസ് പാർട്ടിക്കും ഒരു താല്പര്യം എന്ന് ഇപ്പോൾ തോന്നുന്നു, ഇപ്പോഴത്തെ മട്ട് കണ്ടിട്ട് തോന്നുന്നു. പിന്നെ ഇതിനു മുമ്പ് ഹരിയാനയിൽ ഇലക്ഷൻ നടന്നായിരുന്നു. ഹരിയാനയിലെ ഇലക്ഷൻ്റെ സമയത്ത് കെജ്രിവാൾ പോയി അവിടെ 90 സീറ്റിൽ മത്സരിച്ചു. 90 സീറ്റിൽ മത്സരിച്ചിട്ട് 1.6% അവിടെ അദ്ദേഹത്തിന് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു ഈ ഹരിയാനയിൽ. പക്ഷേ അത് കഴിഞ്ഞ് കോൺഗ്രസ്സിന് കിട്ടാവുന്ന വോട്ടുകളും കൂടി കളഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കോൺഗ്രസ്സിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ മഹാരാഷ്ട്രയിലാണെങ്കിലും എല്ലാവരും കൂടി പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് താല്പര്യം പ്രകടിപ്പിച്ചവരൊക്കെ താല്പര്യം കുറഞ്ഞു വന്നു തുടങ്ങി. അപ്പോൾ ഈ രീതി പോയി കഴിഞ്ഞാൽ അവർക്ക് കോൺഗ്രസ്സിന് നിലനിൽപ്പില്ല എന്നൊരു തോന്നൽ ചിലപ്പോൾ അവർക്ക് വന്നേക്കാം. പിന്നെ ഈ നാഷണൽ കോൺഫറൻസ്, RJD, SP, TMC ഇവരൊക്കെ അത്യാവശ്യം വരുമ്പോൾ കോൺഗ്രസ്സിനെ സമീപിക്കുകയും ചെയ്യും, അത് കഴിയുമ്പോൾ ചീത്ത പറയുകയും ചെയ്യും. അതാണ് രീതി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒന്നില്ലെങ്കിൽ മമതാ ബാനർജീനെ അല്ലെങ്കിൽ കെജ്രിവാളിനെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതാവാക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ ചർച്ചകളൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ പറഞ്ഞതിൽ ഈ ലീഡിങ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മമതാ ബാനർജി ഉണ്ടായിരുന്നു, കെജ്രിവാൾ ഉണ്ടായിരുന്നു, പവാർ ഉണ്ടായിരുന്നു, താക്കറെ ഉണ്ടായിരുന്നു, സ്റ്റാലിൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ യാദവ്മാരുണ്ടായിരുന്നു. അഖിലേഷ് യാദവ് നേരിട്ട് പറഞ്ഞില്ല, കൂട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു. മറ്റേ ലാലു പ്രസാദ് യാദവും മോനുമൊക്കെ ഇതേപോലെ തന്നെ വേറെ ആൾക്കാരെ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ്സിന് യാതൊരു പ്രസക്തി ഇല്ലാത്തൊരു കണ്ടീഷൻ ഇന്ത്യ മുന്നണിയിൽ വന്നു തുടങ്ങി. അപ്പോൾ കോൺഗ്രസ്സിനെ ആശ്രയിക്കുകയും ചെയ്യും ചില സമയങ്ങളിൽ. അത് കഴിഞ്ഞ് അവരവർക്ക് എന്തെങ്കിലും കിട്ടാമെന്ന് വന്നു കഴിയുമ്പോൾ കോൺഗ്രസ്സിനെ മാനിക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് കോൺഗ്രസ്സിന് വന്നായിരുന്നു. ഇപ്പം തന്നെ ഹരിയാനയിൽ കോൺഗ്രസ്സിന് കിട്ടേണ്ടത് വെറുതെ കൊണ്ടുപോയിട്ട് കെജ്രിവാൾ കളഞ്ഞു. 90 സീറ്റിൽ മത്സരിച്ച്. അതേപോലെ ഡൽഹിയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കോൺഗ്രസ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 62 സീറ്റോ മറ്റോ ആപ്പിന് കിട്ടിയായിരുന്നു. അതിൻ്റെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പിന്നെ ലോക്സഭയിൽ ഒരുമിച്ച് നിന്നിട്ട് സീറ്റ് കിട്ടിയില്ല. പക്ഷേ ലോക്സഭയിലെയും അസംബ്ലിയിലൊക്കെ വ്യത്യസ്ത രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസ്സിന് കൂടെ നിൽക്കുന്നവർ തന്നെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഒരു ഫീലിംഗ് വന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡൽഹിയിൽ ഒരു കാര്യം മനസ്സിലായില്ലേ, അതായത് കെജ്രിവാൾ ഹീറോ ആണ്, BJPനെ നിഷ്പ്രഭമാക്കിയ ഏക നേതാവാണ് അദ്ദേഹം ഇത്രയും രീതിയിൽ. പക്ഷേ കോൺഗ്രസ് മാറിക്കഴിയുമ്പോൾ അതിൻ്റേതായ നഷ്ടം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന് ഇന്ത്യ മുന്നണിയിലെ വിദഗ്ധരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല 14 സീറ്റ് എങ്കിലും ഈ കെജ്രിവാളിന് കോൺഗ്രസ് കൂടിയായിരുന്നു, ഈ കോൺഗ്രസിൻ്റെ വോട്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടിയേനെ. പിന്നെ അത് നേരിട്ട് കിടക്കുന്ന കാര്യം, ഇവർ ഒരുമിച്ചായിരുന്നെങ്കിൽ ഒന്നും കൂടി സപ്പോർട്ട് കിട്ടിയേനെ. അപ്പോൾ ഈ സപ്പോർട്ടൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് അവസാനം കോൺഗ്രസ്സിന് ചീത്ത പറയുന്ന രീതി ഇനി വേണ്ട. കോൺഗ്രസിൻ്റെ എക്സ്പെൻസിൽ വിജയിക്കുക, എന്നിട്ട് ആവശ്യം വരുമ്പോൾ കോൺഗ്രസ്സിനെ തള്ളിക്കളയുക കറിവേപ്പില പോലെ, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിനെ ചീത്ത പറയുക എന്ന് പറയുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തണം. അതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. സാർ, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നിലപ്പരികല്ലായിരുന്നു. അന്ന് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യങ്ങളെല്ലാം പറഞ്ഞത് ഇനി കോൺഗ്രസിൻ്റെ നേതാവായിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മാറണം, വേണമെങ്കിൽ കെജ്രിവാൾ വന്നോട്ടെ എന്ന് വരെ പറഞ്ഞിരുന്നു. പിന്നെ മമതാ ബാനർജിയുടെ മുമ്പിലേക്ക് വന്നിരുന്നു. അപ്പം ഈ നേതാവിനെ മാറ്റിയിട്ട് കോൺഗ്രസിനെ സൈഡ് ലൈൻ ചെയ്യാനായിട്ട് ഇവർ തീരുമാനിച്ചു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വം ദേശീയ നേതൃത്വത്തോട് പറഞ്ഞത് നമ്മൾ
ഇത്തവണ ഇലക്ഷന് മത്സരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസിന് മുന്നേറാൻ പറ്റും. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കില്ലെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നിലവിൽ 13 സീറ്റിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചു. അപ്പോൾ AAPയും കോൺഗ്രസോട് ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ 13 സീറ്റിൽ ചിലതെങ്കിലും നേടാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം, അത് ഇതുവരെ കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ തീരുമാനത്തെ കാണുന്നത്. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഒരുപക്ഷെ അത് ഉത്തർപ്രദേശിലേക്ക്, ബീഹാറിലേക്ക്, മഹാരാഷ്ട്രയിലേക്കൊക്കെ ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ പോലും ആം ആദ്മി പാർട്ടിക്കുള്ളിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആം ആദ്മി പാർട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലത്തേക്ക് ഉദിച്ചുയർന്ന് പുഷ്പിക്കും, പിന്നീട് അതങ്ങ് കെട്ടുപോകും. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല, വലിയൊരു പാരമ്പര്യമുണ്ട്. കോൺഗ്രസിൻ്റെ DNA എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിലേക്ക് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നാളെ ഒരു ശുഭപ്രതീക്ഷ ഉണ്ട് എന്നവർ ചിന്തിക്കുന്നത്. അതെ, ഇതിപ്പോൾ ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് 2030 ഡൽഹിയിൽ ഗവൺമെൻറ് ഫോം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയൊക്കെ തോന്നും. പക്ഷെ അവർ വളരെ ഉറപ്പോടുകൂടിയാണ് അത് പറയുന്നത്. കാരണം കോൺഗ്രസ്സിന് ഉള്ള റീച്ച് ആൻഡ് റേഞ്ച് ഈ പറഞ്ഞ പാർട്ടീസിനൊന്നുമില്ല. കാര്യം കെജ്രിവാൾ ചിലപ്പോൾ ഏതെങ്കിലും 1-2 സംസ്ഥാനങ്ങളിൽ ഷൈൻ ചെയ്യും. പക്ഷേ മറ്റു പലയിടത്തും പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരും അറിയില്ല. മമതാ ബാനർജി വന്ന് നമ്മുടെ അടുത്ത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മമതാ ബാനർജി വന്നുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെയാണ് ഓരോ ആൾക്കാരും. അതേപോലെ തേജസ്വി യാദവ് ഉണ്ട്, ലാലു പ്രസാദിൻ്റെ മകൻ, അവിടെ കിടന്ന് കളിക്കാം. പക്ഷേ അവിടെയാണെങ്കിലും ഈ തേജസ്വി യാദവ് ആയിക്കഴിഞ്ഞാലും അഖിലേഷ് യാദവ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ മുലായം സിംഗ് യാദവ് ആയിക്കഴിഞ്ഞാലും അവരൊക്കെ വളരുന്നത് കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകൾ പിടിച്ചെടുത്തിട്ടാണ്. അതായത് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കോൺഗ്രസ്സിന് വളരെ ഭംഗിയായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഈ മുസ്ലിം വോട്ട്സ് ഉണ്ടായിരുന്നു. ആ ബാബറി മസ്ജിദ് പ്രശ്നത്തിൻ്റെ പേരിൽ മുസ്ലിംസിന് കോൺഗ്രസ്സിലുള്ള താല്പര്യം കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MY കോമ്പിനേഷനാണ്. അതായത് UP ആയാലും ബീഹാറിലായാലും MY കോമ്പിനേഷനാണ്, മുസ്ലിം യാദവ് കോമ്പിനേഷനാണ്. പിന്നെ ഈ ലാലു പ്രസാദ് യാദവ് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് അത് MYK എന്നാക്കി, മുസ്ലിം യാദവ് കുർമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും കൂടി കൂട്ടി. അങ്ങനെ ലാലു പ്രസാദ് യാദവ് നല്ല ഭംഗിയായിട്ട് ഭരിക്കുകയും കൂട്ടത്തിൽ കക്കുകയും ചെയ്യുന്നൊരു രീതിയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മറ്റേ ഫോഡർ സ്കാം എന്നോ ചാര ഗോട്ടാല എന്നൊക്കെ പറയുമല്ലോ, കാലിത്തീറ്റക്കും പോകണം, അതൊക്കെ വെച്ച് ആള് വിലസി നടക്കായിരുന്നു. അപ്പോൾ MY കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഈ MY കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MY മുഴുവനും കോൺഗ്രസ്സിന് കിട്ടേണ്ടതാണ്. അത് വെച്ചിട്ടാണ് ബീഹാറിലും അതേപോലെ UP പണ്ട് കാലത്ത് കോൺഗ്രസ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നത്. അത് മുഴുവനും ഓരോ ലോക്കൽ പാർട്ടീസ് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിനൊരു വ്യത്യാസം പറഞ്ഞു, കോൺഗ്രസ്സിനെ ക്ഷീണിപ്പിച്ചിട്ട് വളരാൻ ആരും നടക്കണ്ട, കോൺഗ്രസിൻ്റെ ചിലവിലാരും വളരാൻ നടക്കണ്ട, കോൺഗ്രസ്സിനെ നശിപ്പിച്ചിട്ട് നന്നാവാനും ആരും നടക്കണ്ട. അതാണ് ഇതിലുള്ള മെസ്സേജ്. ഡൽഹി ഇലക്ഷനിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന വോട്ടും അതേപോലെ ആപ്പിന് കിട്ടിയിരിക്കുന്ന വോട്ടും കൂടി കൂട്ടി നോക്കിക്കഴിയുമ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ വലിയ പ്രയാസം വരികയാണ്. കാര്യം BJPയും അതേപോലെ ആപ്പുമായിട്ട് ഡൽഹിയിൽ വോട്ട് ഷെയറിൻ്റെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ <5% ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ <5% എന്ന് പറഞ്ഞാലും അവരുടെ കെജ്രിവാളും തോറ്റു, സിസോദിയയും തോറ്റു, ഏറ്റവും പ്രഗത്ഭരായിരുന്ന നേതാക്കളായിരുന്നു. പിന്നെ ചീഫ് മിനിസ്റ്ററായിരുന്ന ലേഡി അതിഷി അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ കെജ്രിവാളിനും ആപ്പിനുമുള്ള നല്ലൊരു സൂചന, ഒരു മുന്നറിയിപ്പാണ്. കോൺഗ്രസ്സിനെ കൂടാതെ മുന്നോട്ട് പോകാൻ നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാർ, സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ്സിന് വലിയ ഒരു സ്വാധീനം എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം വിഭാഗത്തിന് കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പം ഓരോ സ്റ്റേറ്റിലും മറ്റ് ചില പാർട്ടികൾ ഉദയം കൊള്ളുകയും അവർക്ക് ഈ മുസ്ലിം വോട്ടുകളെ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് ഈ കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തിരിച്ചറിയുകയും പല നേതാക്കളും പാർട്ടി വിട്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ BJP പിന്നീട് വരികയും രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തത്. ഇപ്പോൾ കുറേ കഴിയുമ്പോൾ ഇപ്പോൾ 2 ടേമായിട്ട് 3 ടേമായിട്ട് BJP തന്നെ ഭരിക്കുന്നു. ഒരു പക്ഷേ ഒരു ശക്തമായ പ്രതിപക്ഷം ദേശീയ തലത്തിലില്ലെങ്കിൽ ആ പാർട്ടിയും ജീർണിക്കാം ഭരണപക്ഷം. അതുകൊണ്ട് അത് മുതലെടുത്താൽ അതിനെ ഒരു വളമാക്കിക്കൊണ്ട് കോൺഗ്രസിന് ഉദിച്ചുയരാം എന്നുള്ള പ്രതീക്ഷ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹിയിൽ കണ്ടത്. അവർക്ക് പരാജയം സംഭവിച്ചുവെങ്കിലും 2 ലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇത് ദേശീയ തലത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന് ദേശീയ തലത്തിൽ
അടക്കം തിരിച്ചു വരാൻ കഴിഞ്ഞേക്കും. പക്ഷേ BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമുണ്ട് കോൺഗ്രസ് വിമുക്ത ഭാരതം. ആ രീതിയിൽ BJP മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ചില നിയന്ത്രണങ്ങൾ BJPക്ക് മേൽ ഏർപ്പെടുത്താമെന്നല്ലാതെ ദേശീയ തലത്തിൽ മൊത്തമായി നോക്കിയാൽ അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു പാർട്ടിക്കും കഴിയില്ല. അതിന് സാധ്യതയുള്ളത് കോൺഗ്രസിലാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ വികലമായ നേതൃത്വം കൊണ്ട് അത് പറ്റുമെന്ന് നമുക്കറിയില്ല. ആ രീതിയിലല്ലാതെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെ ജനാധിപത്യ പ്രക്രിയയിൽ കോൺഗ്രസ് മുന്നേറുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പഴയ പ്രതാപകാലമൊക്കെ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിച്ചേക്കും അല്ലേ? അല്ല, അറ്റ്ലീസ്റ്റ് ഈ ഒപ്പോസിഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിയമിനൻറ്റ് പാർട്ടിയായിട്ട് കോൺഗ്രസിന് മാറണം. അതവർക്ക് ഇപ്പോഴും കഴിവുണ്ട്. പക്ഷെ അത് കുറേ പേര് കൂടി മുതലെടുക്കായിരുന്നു. അതായത് മുസ്ലിം സമുദായം ഒരിടത്തുണ്ട്, പിന്നെ മറ്റ് ഹിന്ദു ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്പ്ലിറ്റിനെ അവർ കൂട്ടിച്ചേർക്കാണ്. UPയിലും ബീഹാറിലും യാദവന്മാരെയാണ് പിടിച്ചിരിക്കുന്നത്. അതേപോലെ മമതാ ബാനർജി ആണെങ്കിൽ അവിടെ മുസ്ലിം ആയിട്ടുള്ള യോജിപ്പിലാണ് അവിടെ അത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോരോ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനി നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കോൺഗ്രസ് ഈ മെസ്സേജ് കൊടുക്കുന്നത്, ഞങ്ങളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളങ്ങനെ ആളാകണ്ട എന്നുള്ളൊരു സൂചനയാണ്. അതിൽ വിജയിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ പാൽപുഞ്ചിരിയായിട്ട് നടക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.